ബഹ്റൈനിലെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വിഷൻ അറേബ്യയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നാടിന്റെ ഓർമ്മകൾ ഉണർത്തി മനസ്സിൽ ഭക്തിയുടെ അമൃതധാരയായി ബഹ്റൈനിൽ ഈ വർഷവും മുത്തപ്പൻ വെള്ളാട്ടം ആഘോഷിച്ചു. മരുഭൂമിയുടെ വസന്ത നഗരമായ ബഹ്റൈൻ ഒരു ചരിത്ര നിയോഗത്തിനു കൂടി സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. വടക്കേ മലബാറിലെ ശ്രീ മുത്തപ്പന്റെ ദിവ്യചൈതന്യം പെരുംസ്ഥാനമായ വള്ളുവൻ കടവിൽ നിന്നും ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങിക്കൊണ്ട് കോലധാരികളും പരിചാരക വൃന്ദവും വിദേശ മലയാളികൾക്കായി ശ്രീ മുത്തപ്പന്റെ തിരുരൂപ ദർശനം സാധ്യമാകുവാൻ ഇവിടെ എത്തിച്ചേർന്നു. ചടങ്ങുകളാൽ സമൃദ്ധമായ ഒരു സംരംഭമാണ് മുത്തപ്പൻ മഹോത്സവം. സുഭാഷ് സ്വാമിയുടെ നേതൃത്വത്തിൽ നടന്ന കൊടിയേറ്റത്തിനു ശേഷം കേളികൊട്ടാരംഭിച്ചു. ആടയാഭരണങ്ങളും നെയ്വിളക്കുകളും നിർമാല്യാദികളും കൊടുമുടിയും തിരുമുടിയും ഒരുക്കി. അങ്ങനെ മുത്തപ്പന്റെ ദേവസ്ഥാനമൊരുങ്ങി. കോലധാരികളെ പൊന്നാടയും പൊൻപണവും നൽകി സ്വീകരിച്ച് ആ തിരുമുറ്റം ദേവനർത്തനത്തിന്റെ മോഹനതാളങ്ങൾക്ക് വേദിയായി. ബ്രഹ്മകലശക്കല്ലും മറ്റനുഷ്ഠാന ഭൗതിക സൗകര്യങ്ങളും ഒരുക്കി അമ്പും വില്ലും പള്ളിവാളും നൽകി വച്ചൂട്ട്, നീർക്കറി തുടങ്ങിയ ഇഷ്ടഭോജ്യങ്ങളും ചുട്ട മത്സ്യവും മധുകലശവും നിവേദ്യമായി വച്ചു. ചടങ്ങുകളിൽ പരമപ്രധാനമാണ് മലയിറക്കം. കൊടും കാനനത്തിന്റെ ഇരുണ്ട ഗർഭഗൃഹത്തിൽ നിന്നും ദേവചൈതന്യത്തെ ആവാഹിച്ച് മലയിറങ്ങി ദേവനർത്തന ഭൂമിയിലേക്ക് സന്നിവേശിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ്. ഇവിടെ കോലധാരികളും പരിചാരക വൃന്ദവും തങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ദേവചൈതന്യം തൊട്ടറിയുന്നു. മുത്തപ്പന്റെ പുരാവൃത്തം മലബാറിന്റെ മക്കളുടെ മനം നിറഞ്ഞു തുളുമ്പുന്ന കഥയാണ്. അനപത്യ ദുഃഖം അനുഭവിച്ചുവന്ന അയ്യങ്കരയിൽ വാഴുന്നോർ നാടുവാഴിക്കും ഭാര്യ പാടിക്കുറ്റിയമ്മയ്ക്കും താൻ ആരാധിച്ചുപാസിക്കുന്ന മൂർത്തികളാണ് തിരുവഞ്ചിക്കരയിലെ തിരുനെറ്റിക്കല്ലിൽ ഒരു സമ്മാനമെന്നോണം ഒരു പൊൻകുഞ്ഞിനെ നൽകുന്നത്. എന്നാൽ കാടിന്റെ ജീവതാളം മനസ്സിൽ നിറഞ്ഞു തുളുമ്പിയ കുട്ടിക്ക് നാട്ടാചാരങ്ങളുമായി പൊരുത്തപ്പെടാനായില്ല. ഗുണദോഷങ്ങളൊന്നും അവൻ ഏശിയില്ല. ഒരു ചരിത്ര നിയോഗം പോലെ അവൻ ഇല്ലം വിട്ടിറങ്ങി. തന്നിലും നിന്നിലും കുടികൊള്ളുന്ന ശക്തിയുടെ പൊരുത്തം ജീവിത വഴിയിൽ വ്യാഖ്യാനിച്ച് ഉറ്റവന് അഭയം നൽകിയും ആശ്വാസം നൽകിയും ദേവചൈതന്യമായി അവൻ കാടുപോലെ വളർന്നു. വാണിപ്പറമ്പും ഓണപ്പറമ്പും അമ്പനാട്ടുമുറ്റവും പുന്നനാട്ടിടവും പടന്നോട്ടുമാടവും മുഴക്കുന്നത്തു പെരുന്തളിയും മയിലാടും പാറയും പൂവങ്കരയും 1000 കാവൻ തേളിയും കടന്നുകൊണ്ട് മുത്തപ്പൻ ദൈവം വിധിയുടെ നാട്ടുവഴിയിലൂടെ സഞ്ചരിച്ച് പുരളിയിലെത്തി. അവിടെ ചിത്തിരപ്പീഠത്തിൽ പൊൻപട്ടം കെട്ടി പൊന്മുടിയും ചൂടി നാട്ടിൽ പ്രഭുവായി വാണു എന്നാണ് സങ്കല്പം.
ബഹറിൻ ഇന്ത്യൻ സ്കൂളിന്റെ വിശാലമായ മൈതാനിയിൽ കെട്ടിയുയർത്തിയ മടപ്പുരയിലാണ് മുത്തപ്പൻ വെള്ളാട്ടം നടത്തിയത്. ദിലീഷ് പെരുവണ്ണാൻ തലശ്ശേരി കൂറാരയാണ് വെള്ളാട്ടത്തെയ്യം കെട്ടിയാടിയത്. മടയനായി സജിൽ ആലക്കലും സഹായിയായി രതീഷ് ചൊക്ലിയും ചടങ്ങിൽ പങ്കുകൊണ്ടു. സന്തോഷ് നീലേശ്വരത്തിന്റെ നേതൃത്വത്തിലുള്ള തായമ്പക, ശിങ്കാരിമേളം, പഞ്ചവാദ്യം എന്നിവ ചടങ്ങിനോടനുബന്ധിച്ച് നടത്തി. ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്കായി മഹാപ്രസാദ ഊട്ട് സംഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ ഘോഷയാത്രയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. മുടിയഴിക്കൽ, മലകയറ്റം എന്നീ ചടങ്ങുകളോടെ ഏതാണ്ട് 9 മണിവരെ വെള്ളാട്ട മഹോത്സവം നീണ്ടുനിന്നു. അഭൂതപൂർവമായ ജനസഞ്ചയമാണ് ഇതിൽ സംബന്ധിക്കാനും അതിന്റെ ഭാഗവാക്കാകാനും മനസ്സിന്റെ അഴലിറക്കി വെച്ച് ഭക്തിയുടെ ആനന്ദസാഗരത്തിൽ ആഴ്ന്നിറങ്ങാനും അവിടെ സന്നിഹിതരായിരുന്നത്. നാടിന്റെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളിൽ അവർ സമയവും സ്ഥലവും മറക്കുകയായിരുന്നു. ജാതിയും മതവും പണവും പദവിയും പാഴ്ചിന്തകളാക്കിക്കൊണ്ട് മുത്തപ്പന്റെ ചൈതന്യം ഏവരിലും പ്രഭ ചൊരിഞ്ഞു നിന്നു. നാടിന്റെ ഗൃഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളിൽ അവർ സമയവും സ്ഥലവും മറക്കുകയായിരുന്നു. ജാതിയും മതവും പണവും പദവിയും പാഴ്ചിന്തകളാക്കിക്കൊണ്ട് മുത്തപ്പന്റെ ചൈതന്യം ഏവരിലും പ്രഭ ചൊരിഞ്ഞു നിന്നു. അനുഗ്രഹീതമായ ഈ കാഴ്ചകൾ ചരിത്രത്തിൽ എന്നും നിലനിൽക്കുമെന്നത് നമുക്ക് അഭിമാനകരം തന്നെയാണ്. അബുദാബിയിൽ നടന്ന 3ാമത് OICC ഗ്ലോബൽ മീറ്റ് ഏറെ വിജയപ്രദമായിരുന്നുവെന്നും മീറ്റിലെ തീരുമാനങ്ങൾ പ്രവാസ ലോകത്തിന് ഏറെ ഗുണകരമായിരിക്കുന്നുവെന്നും OICC ഗ്ലോബൽ ട്രഷററായി തെരഞ്ഞെടുക്കപ്പെട്ട ജെയിംസ് കൂടൽ പറഞ്ഞു. ഈ പ്രാവശ്യത്തെ ഗ്ലോബൽ മീറ്റിന്റെ പ്രഖ്യാപനത്തിലെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലും മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവാസികൾക്കും പ്രവാസി കുടുംബങ്ങൾക്കും അതോടൊപ്പം തന്നെ കേരളത്തിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്കും സഹായം എത്തിക്കുവാനുള്ള ഒരു ക്രിയാത്മക പദ്ധതിയാണ് APC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ഗ്ലോബൽ മീറ്റിൽ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ദിവസം അബുദാബിയിൽ സമാപിച്ച ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ ഗ്ലോബൽ മീറ്റിന്റെ പ്രഖ്യാപനം OICCയെ സംബന്ധിച്ചോളം ഒരു ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാണ്. ഒരു ചെറിയ ഇടവേള. Trust across generations. UAE Exchange, world's trusted money transferer. കറി പൗഡർ, നമ്മുടെ സംസ്കാരം, നമ്മുടെ രുചി. ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. അയക്കേണ്ട വിലാസം jhind.bh@gmail.com. അതുവരേക്കും ജയ് ഹിന്ദ്.